സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ മുഖം വികൃതമായ ഒരു ഘട്ടമുണ്ട്. അത് മറികടക്കാൻ വേണ്ടി ശബരിമല സംരക്ഷണ സംഗമം ഈ യുവതീ പ്രവേശനത്തിന്റെ കേടുപാട് തീർക്കാൻ വേണ്ടി ശബരിമലയിൽ സംഗമം സംഘടിപ്പിച്ചു. അത് അങ്ങേയറ്റം ക്രമക്കേട് നിറഞ്ഞ ആ സംഗമത്തിന്റെ വാർത്തകൾ പുറത്തു വന്നു. അതും ഭക്തർ വളരെ രോഷത്തോടെ എടുത്ത നിലപാടുണ്ട്. അപ്പോൾ ഒന്നുകൂടി മുഖം മിനുക്കാനുള്ള ഒരു നടപടിയായിട്ടല്ലേ ഇതിനെ വിലയിരുത്തേണ്ടത് ഈ സർക്കാരിന്റെ അടിയറവിനെ? അല്ല, മുഖം രക്ഷിക്കാനുള്ളതിനേക്കാൾ തടി രക്ഷിക്കാൻ വേണ്ടിയാണ്. പഴയ നിലപാടെടുത്താൽ റോഡിൽ ഇറങ്ങാൻ സാധിക്കത്തില്ല, അടി കിട്ടും, ആൾക്കാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും. അതുകൊണ്ട് തടി രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാട് മാറ്റമായിട്ട് മാത്രമേ ഇതിനെ കാണാനൊക്കത്തുള്ളൂ. തടി രക്ഷിക്കാനും വോട്ട് കിട്ടാനും വേണ്ടിയുള്ള ഏതറ്റം വരെയും കീഴടങ്ങുന്ന ഒരു സ്വഭാവമാണ് കേരളത്തിലെ CPM പ്രസ്ഥാനത്തിലുള്ളത്. അവസരങ്ങൾക്കനുസരിച്ച് കാലുമാറുന്നവരാണ് ഈ പാർട്ടിയുടെ നയമെന്ന് പറയുന്നത്. പല ഉദാഹരണങ്ങൾ നമ്മുടെ ഗ്രൗണ്ടിൽ 1, 2, 3 അല്ല. അവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഒരു ദിവസം എന്തിനെ അവർ തള്ളി പറയുന്നു, അടുത്ത ദിവസം അതിനെ 2 കൈയും വീട്ടി സ്വീകരിക്കാനുള്ള നാണമില്ലായ്മയുടെ പര്യായപദമായിട്ട് CPM കേരളത്തിൽ മാറിയിരിക്കുകയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. 1, 2, 3 ഉദാഹരണങ്ങളല്ലല്ലോ. രാമായണ പാരായണം, ശ്രീനാരായണ ഗുരു, വിവേകാനന്ദ സ്വാമികള്, ശ്രീകൃഷ്ണ ജയന്തി, ഇതെല്ലാം ഒരു കാലത്ത് ഇവർ എതിർക്കും. അതുകൊണ്ട് പിന്നീട് അതിനെ സ്വീകരിക്കും. അതുകൊണ്ട് ഇത് മുഖം രക്ഷിക്കാനെന്നല്ല, തല രക്ഷിക്കാനും വോട്ട് നേടാനും വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു കീഴടങ്ങലാണ് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ആർജവുമില്ലാത്ത പ്രസ്ഥാനമായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചരിത്രപരമായ മണ്ടത്തരങ്ങളാണ് ഇവർ എഴുന്നള്ളിക്കുന്നതെല്ലാം തന്നെ. കേരളത്തിലെ കോടാനുകോടിയായിട്ട് വരുന്ന രഹന ഫാത്തിമയും അല്ലെ അമ്മണിയും ഉൾപ്പെടെ 2, 3 യുവതികൾക്ക് ഉള്ളിൽ ശബരിമലയിൽ കയറണമെന്ന് ആഗ്രഹമുള്ളത് അത് എന്താണ്, ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ശബരിമലയിൽ കയറണ്ട എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വഴികളെ കിടന്ന് തല്ലും മേടിക്കാൻ സാധ്യതയുണ്ട്, വോട്ടും കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കീഴടങ്ങലും ഈ കാലുമാറ്റവും ഈ മുഖം രക്ഷിക്കലും എന്ന് പറയുന്ന നടത്തി ഉണ്ടായിരിക്കുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.